ആഷികെ തൊഴിലാളി വർഗ പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പേര് CPM എന്നൊക്കെയാണ്. ആ CPM പാർട്ടി ഒരു കാറ് തല്ലിപ്പൊളിച്ചിരുന്നു. കുറച്ച് ദിവസമായതേ ഉള്ളൂ. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഒരു ED റെയ്ഡ് നടത്തി. ആ ED റെയ്ഡിന്റെ പുറകിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കുറേ ആളുകൾ അത് വന്ന ED പ്രവർത്തനം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ED വന്ന കാറെല്ലാം തള്ളിപ്പൊളിക്കുന്നു. അതിനുശേഷം അപ്പോൾ അത് സാധാരണക്കാരൻ്റെ കാറായിരുന്നു. ED അല്ലാതെ അവർ ഉദ്യോഗസ്ഥർ റെൻ്റ് ഔട്ട് ചെയ്യത്തില്ലേ, സാധാരണ ടാക്സ് വിളിച്ചു വരുന്ന പോലെ വന്നതാണ്. അപ്പോൾ ആ കാറ് മുഴുവൻ തല്ലിപ്പൊളിച്ചു. ആ കാറിൻ്റെ പൈസ CPM പ്രവർത്തകർ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അതിനു വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ഒരു തൊഴിലാളിയുടെ മുഖമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വാക്ക് പാലിക്കാത്തത് CPM തന്നെയല്ലേ? CPM മാത്രമല്ല, നമ്മുടെ റഹീം, അതായത് നിലപാടിൻ്റെ ഏറ്റവും നിലപാടുകളുടെ നേതാവായ റഹീം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഈ തൊഴിലാളി പാർട്ടി ഒരു കാരണവശാലും ഒരു തൊഴിലാളിയെ പട്ടിണിക്കിടയില്ല, അവരെ വഴിയാധാരമാക്കില്ല. ഈ ഒരു കാർ തല്ലിപ്പൊളിച്ചതിൻ്റെ ഉള്ള ഒരു നഷ്ടപരിഹാരം പാർട്ടി തന്നെ അദ്ദേഹത്തിന് കൊടുക്കും. കാർ നന്നാക്കി കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു കൊടുക്കുമെന്ന് റഹീം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ശ്രീകാര്യം സ്വദേശിയായ ശ്യാംരാജ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രാദേശിക CITU നേതാവ്, യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അവരിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതായത് ഉപജീവന മാർഗമായി ഓടിക്കുന്ന വാഹനം ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളി പൊളിച്ചിട്ട് അവർ നൽകുമെന്ന് പറയുകയും ചെയ്തു. അത് പിന്നെ ഈ ഒരു പ്രവർത്തകരോ അല്ലെങ്കിൽ റഹീമോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരവസ്ഥ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഇവര് തിരിഞ്ഞു നോക്കുമോ ഇല്ലയോ എന്ന് തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തല്ലിപ്പൊളിക്കാൻ പോയിട്ടുള്ള സമരവാദികളുണ്ടല്ലോ, സമരവാദികളൊക്കെ ജയിലിലാണ്. SFIക്കാരൊക്കെ പലരും ഇന്ന് ജയിലിലാണ്. പലർക്കും ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണോ സമരം ചെയ്തത്? മുഖ്യമന്ത്രിക്കെതിരെ അല്ല, മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആയുധമൊന്നുമല്ല. വീണ വിജയൻ കരിമണൽ കമ്പനിയുമായിട്ട് നടത്തിയിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെ രേഖകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ED വന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും രണ്ടോ ചോദ്യം ചോദിച്ച് അവർ തിരിച്ചു പോവുകയും ചെയ്തു. ആ ഒരു ഉദ്യോഗസ്ഥരെയാണ് ഇവർ ക്രൂരമായി മർദ്ദിക്കുക. പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡിന് വരുന്നു. ശരി, സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ അവിടെ എന്താണ് സംഭവിച്ചത്? വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും വീണ വിജയനും കമ്പനിയുമായിട്ടുള്ള എന്തെങ്കിലും ഫയലുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് റെയ്ഡുമായി ബന്ധപ്പെട്ട് പോയത്. അതൊരു സ്ഥലത്തേക്കല്ല, 7 സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വീണ വിജയന് കൃത്യമായിട്ട് EDക്ക് മുമ്പിട്ട് ഇതിനു മുമ്പിട്ട് നോട്ടീസ് അയച്ചിട്ടുള്ളതാണോ? EDക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വീണ T എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്ക് കരിമണൽ കർത്തയിൽ നിന്നും വാങ്ങിച്ചുള്ള കോടികളുടെ പണമിടപാട്, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ നൽകാനോ അത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിയതെന്ന് കാണിക്കാനോ വീണയ്ക്ക് കഴിയാത്തതിന്റെ പേരിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കോടതിയാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോക്കാനാൻ. എത്ര വട്ടം കോടതിയിൽ പോയതാണ്? അപ്പോൾ കോടതി അലക്ഷ്യം കൂടിയാണ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും ED ഉദ്യോഗസ്ഥർ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ സർക്കാർ വെറുതെ നോക്കിയിരിക്കുമോ? അവർക്കെതിരെ കേസെടുത്തേ കഴിയുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ മോശം അല്ലെങ്കിൽ ഈ ഒരു ചീത്തപ്പേര് കേൾക്കുന്നത് സംസ്ഥാന സർക്കാർ കൂടിയാണ്. കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിൽ അല്ലെങ്കിൽ വധശ്രമത്തിന് ഇതുപോലൊരു കേസ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ. തീർച്ചയായിട്ടും. അതുകൊണ്ടെന്താണ് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള വകുപ്പുകൾ ഇട്ട് വീണ്ടും കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടി. ആ തൊഴിലാളി വർഗ പാർട്ടിയിലെ നേതാക്കന്മാർ വന്നിരുന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഞങ്ങൾ അങ്ങനെ ഒരു തൊഴിലാളിയും പട്ടിണിക്കാക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കാറും തല്ലിപ്പൊളിച്ചു പോയ വഴി പോയതാണ് നേതാക്കന്മാരും നേതൃത്വവും എല്ലാം. ഇവിടെ അനുഭവിക്കുന്നത് ആരാണ്? ആ തൊഴിലാളിയാണ്. CITUവിന്റെ നേതാവ് തന്നെയാണ് അദ്ദേഹം, യൂണിയൻ പ്രസിഡന്റ്. അതെ, യൂണിയൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഇങ്ങനെ ഉള്ളൊരു അവസ്ഥയാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വണ്ടി റെഡിയാക്കാൻ വേണ്ടി, ആ വണ്ടി ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ജോലിക്ക് പോവുകയാണ്, മറ്റൊരു ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിലൂടെയാണ് സാധാരണപ്പെട്ട ആളുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് തൊഴിലാളി വർഗ പാർട്ടിയാണ്, തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ കൃത്യമായിട്ട് മറുപടി പറയേണ്ടതുണ്ട്. ഇനി ഈ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി എന്ന് അഭിസംബോധന ചെയ്യുന്നത് നിർത്തണം. ഇതിൽ ഈ ഒരു CPM എന്നുള്ള ഒരു പാർട്ടിയിൽ തൊഴിലാളികളില്ല. നല്ലൊരു തൊഴിലാളികൾ ഉണ്ടെങ്കിൽ തന്നെ അവരവരുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്.
ഇപ്പോ 1 അല്ല, ലക്ഷം ഇന്ന് പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ഒരു തൊഴിലാണ്. അങ്ങനെ വേണമെങ്കിൽ തൊഴിലാളി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് ഒരു കാരണവശാലും ഈ CPM പറയാൻ നിൽക്കരുത്. അത് ഇന്ന് പാർട്ടി പ്രവർത്തകരെ കണ്ടിട്ടില്ലേ പലപ്പോഴും നമ്മള് നോക്കുകൂലി, അപ്പോൾ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും രീതിയിൽ പണം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്ക് ഇന്ന് പാർട്ടികളൊക്കെ മാറിയിട്ടുണ്ട്. ഈ ശരീരം അനങ്ങാതെ എങ്ങനെ തൻ്റെ മടിക്കീശ വീർപ്പിക്കാം എന്ന രീതിയിൽ ഗവേഷണം നടത്തിയിട്ടുള്ളവരാണ് പലരും പാർട്ടിയുടെ ഉന്നതർ. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നേ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ വലിയ 2 നില വീടും കാറും ബംഗ്ലാവും സർക്കാർ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരും. തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ പാർട്ടിക്കൊപ്പം PSCയെ തന്നെ ഒന്നാലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാതാവായിട്ടുള്ള PSCയെ തന്നെ സ്വന്തം നിലയ്ക്ക് നിർത്തി സ്വന്തം ആളുകൾക്ക്, സ്വന്തം അണ്ണന്മാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടി പ്രസ്ഥാനമാക്കി PSCയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ അധോഗതി എന്താണ് വരാനുള്ളത്? ശരിയാ. അത് മാത്രമല്ല, ഈ 1,80,000 രൂപയുടെ ബില്ലാണ് ഈ ഒരു ശ്യാംരാജിന് ആ ഒരു വർക്ക്ഷോപ്പ് നൽകിയിരിക്കുന്നത്. ആ ഒരു തുക കയ്യിലില്ലാത്തത് കൊണ്ട് ആ വണ്ടി കയ്യിൽ നിന്ന് പോകുമോ, അല്ലെങ്കിൽ വീടിന് ബാങ്കുകാരുടെ ഭീഷണി, ജപ്തി ഭീഷണി വരുന്നുണ്ട്. ആ ജപ്തി ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ടവൻ ഒരു കാറ് വാങ്ങിച്ച് ഇതുപോലെ ഒരു ഉപജീവനം കഴിക്കുന്നത്. ആ ഉപജീവനം വെറും 1 മണിക്കൂറത്തെ ഒരു ആക്രമണം കൊണ്ട് തകർത്തില്ലാതാക്കി. ഒരാളുടെ ജീവിത വരുമാനമാണ് മുട്ടിച്ചത്. എന്നിട്ടും അവിടെ ഇൻകുലാബ് സിന്ദാബാദ് മുഴക്കി തൊഴിലാളി വർഗം വിജയിക്കട്ടെ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ED തുലയട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് ഇവിടെ എന്തായി? ഒരു പാവപ്പെട്ടവന്റെ തൊഴിൽ മാർഗമല്ലേ അടച്ചു കളഞ്ഞത്. അതാരെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന ഡബിൾ റഹീം പോലും ഈ ഒരു ഡ്രൈവറെ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിലുള്ള CITയിലെ ഒരു അംഗമായ ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അല്ല, റഹീമിന്റെ നിലപാടുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. വരുന്ന ജനങ്ങളെല്ലാം വലിയ രീതിയിൽ കുളിര് കോരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിലൂടെ അദ്ദേഹം പിടിച്ചിരുത്തും. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എല്ലാവരെയും വിമർശിക്കും, കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയും. പക്ഷേ ഈ നിലപാടുകൾ ഇനി റഹീം ചെയ്യേണ്ടത് എന്താണ്? ഈ നിലപാടുകൾ, അങ്ങ് പറഞ്ഞിട്ടുള്ള നിലപാട് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, തൊഴിലാളികൾക്കൊപ്പമാണെങ്കിൽ ആ തൊഴിലാളിയുടെ കണ്ണുനീരിന് നിങ്ങൾ ഫലം കണ്ടെത്തിയേ മതിയാവും. ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇതോടെ തീരും. കാരണം ഇത്തരത്തിലുള്ള ആളുകളുടെ കണ്ണീര് വീണ് ഈ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് ഇന്ന് പറയാൻ പലർക്കും മടിയാണ്. എന്തുകൊണ്ടാണ്? ഇന്ന് ആ പാർട്ടിയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഇല്ലെന്നേ. ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണി കൊടുക്കുന്ന ഒരവസ്ഥയാണ്. പാർട്ടിയെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളെ പോലും വഞ്ചിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പറയുന്ന നിലപാടുകൾക്ക് വിലയില്ലെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചില്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കും. ഇന്ന് പഴയ കാലമല്ല, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. പറയുന്ന എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ഇപ്പോൾ എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പറയുന്ന ഓരോ വാക്കും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുന്നിൽ നിന്നും പറയുന്ന വാക്കുകൾ പാലിക്കേണ്ടത് ഓരോ സംഘടനയുടെയും ചുമതലയാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് 100ക്ക് 100 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്ത് പ്രവർത്തിച്ചാണ് കാണിക്കേണ്ടത്.